ഹലോ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് 176-ാമത്തെ ദിവസം. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 8, ഹോസിയ അധ്യായങ്ങൾ 8 മുതൽ 10 വരെ, സങ്കീർത്തനങ്ങൾ 108. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 8. ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ ഇപ്രകാരം പറഞ്ഞിരുന്നു: നീയും നിന്റെ കുടുംബവും എഴുന്നേറ്റ് താമസയോഗ്യമായ എവിടെയെങ്കിലും പോയി പരദേശിയായി പാർക്കുക. എന്തെന്നാൽ കർത്താവ് ഒരു ക്ഷാമം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നിശ്ചയമായും 7 വർഷത്തേക്ക് നാട്ടിൽ പടരും. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും അവരുടെ കുടുംബവും ഫിലിസ്ത്യരുടെ നാട്ടിൽ ചെന്ന് 7 കൊല്ലം പരദേശിയായി വസിച്ചു. 7-ാം വർഷത്തിൻ്റെ അവസാനത്തിൽ ആ സ്ത്രീ ഫിലിസ്ത്യരുടെ നാട്ടിൽ നിന്ന് മടങ്ങി വന്നു. തൻ്റെ വീടിനെയും വയലിനെയും സംബന്ധിച്ച് രാജാവിനോട് യാചിക്കാനായി അവൾ പുറപ്പെട്ടു. എലീഷ ചെയ്ത വൻകാര്യങ്ങളെല്ലാം എന്നോട് വിവരിക്കുക എന്ന് രാജാവ് ദൈവപുരുഷൻ്റെ ഭൃത്യൻ ഗഹസിയോട് കൽപ്പിച്ചിരുന്നു. മരിച്ചവനെ ജീവിപ്പിച്ചതിനെക്കുറിച്ച് അവൻ രാജാവിനോട് വിവരിച്ചുകൊണ്ടിരിക്കെ, അത് അവൻ ആരുടെ മകനെ ജീവിപ്പിച്ചുവോ ആ സ്ത്രീ രാജാവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വീടിനും വയലിനും വേണ്ടി യാചിച്ചു. അപ്പോൾ ഗഹസി പറഞ്ഞു: എൻ്റെ യജമാനനായ രാജാവേ, ഇവളാണ് ആ സ്ത്രീ. എലീഷ പുനർജീവിപ്പിച്ച അവരുടെ മകൻ ഇവനാണ്. രാജാവ് ആ സ്ത്രീയോട് ആരാഞ്ഞപ്പോൾ അവൾ അവനോട് കാര്യങ്ങൾ വിവരിച്ചു. അവൾക്കുള്ളതൊക്കെയും അവൾ നാട് വിട്ടപ്പോൾ മുതൽ ഇതുവരെ വയലിൽ നിന്നുള്ള വരുമാനവും അവൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കായി രാജാവ് ഒരു ഷണ്ഡനെ നിയോഗിച്ചു. എലീഷായും ഹസായേലും. എലീഷ ദമാസ്കസിൽ എത്തി. ആരാം രാജാവായ ബെൻഹദാദ് രോഗിയായിരുന്നു. ദൈവപുരുഷൻ അവിടെ വന്നിരിക്കുന്നുവെന്ന് അവൻ അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് പറഞ്ഞു: നിന്റെ കയ്യിൽ ഒരു കാഴ്ചയുമെടുത്ത് ദൈവപുരുഷനെ എതിരേൽക്കാൻ പോവുക. ഞാൻ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകുമോ എന്ന് അവൻ വഴി കർത്താവിൽ നിന്ന് നീ ആരായണം. ഹസായേൽ അവനെ കാണാൻ പോയി. അയാൾ തൻ്റെ കയ്യിൽ ഒരു സമ്മാനവും 40 ഒട്ടകച്ചുമട് വരുന്ന എല്ലാ നല്ല ദമാസ്കസ് വിഭവങ്ങളും എടുത്തിരുന്നു. അയാൾ വന്ന് അവൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു: അങ്ങയുടെ മകനായ ആരാം രാജാവ് ബെൻഹദാദ് ഞാൻ ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് എന്നെ അയച്ചിരിക്കുന്നു. എലീഷ അയാളോട് പറഞ്ഞു: നീ തീർച്ചയായും സുഖപ്പെടുമെന്ന് പോയി അവനോട് പറയുക. അതേസമയം അവൻ നിശ്ചയമായും മരിക്കുമെന്നാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ ചൂളിപ്പോകുവോളം അവൻ തൻ്റെ മുഖം കടുപ്പിച്ചു പിടിച്ചു. തുടർന്ന് ദൈവപുരുഷൻ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു: എന്തിനാണ് എൻ്റെ യജമാനൻ കരയുന്നത്? അവൻ പറഞ്ഞു: നീ ഇസ്രായേലിനോട് ചെയ്യാനിരിക്കുന്ന തിന്മ ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ. നീ അവരുടെ കോട്ടകൾക്ക് തീവെക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളുകൊണ്ട് കൊല്ലുകയും അവരുടെ പൈതങ്ങളെ ഛിന്നഭിന്നമാക്കുകയും ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു: ഈ മഹാകാര്യം ചെയ്യാൻ കേവലം ശ്വാനനായ അങ്ങയുടെ ദാസന് എന്താണുള്ളത്? എലീഷ പ്രതിവചിച്ചു: ആരാമിൻ്റെ മേൽ രാജാവായി നിന്നെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അയാൾ എലീഷായുടെ അടുത്ത് നിന്ന് പോയി തൻ്റെ യജമാനൻ്റെ അടുത്തെത്തി. അവൻ അയാളോട് ചോദിച്ചു: എലീഷ നിന്നോട് എന്തു പറഞ്ഞു? അവൻ പറഞ്ഞു: നിശ്ചയമായും അങ്ങ് സുഖപ്പെടുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം അയാൾ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി അവൻ്റെ മുഖത്ത് വിരിച്ചു. അങ്ങനെ അവൻ മരിച്ചു. അവൻ്റെ സ്ഥാനത്ത് ഹസായേൽ രാജാവായി. യൂദാ രാജാവായ യഹോറാം. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 5-ാം ഭരണവർഷത്തിൽ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം യൂദാ രാജാവായി. ഭരണമേറ്റപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നത് പോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു.
കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിക്കാൻ കർത്താവ് തുനിഞ്ഞില്ല. അവന് അവൻ്റെ പുത്രന്മാർക്ക് എന്നേക്കുമായി ഒരു ദീപം നൽകുമെന്ന് അവിടുന്ന് അവനോട് അരുൾ ചെയ്തിരുന്നതനുസരിച്ചായിരുന്നു അത്. യെഹോറാമിൻ്റെ കാലത്ത് യൂദായുടെ കരത്തിൻ കീഴിൽ നിന്ന് ഭിന്നിച്ച് ഏദോം തങ്ങളുടെ മേൽ ഒരു രാജാവിനെ വാഴിച്ചു. യെഹോറാം തന്നോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാ രഥങ്ങളോടും കൂടെ സൈറിലേക്ക് കടന്നു. രാത്രി അവൻ ആക്രമിക്കാനായി മുതിർന്നപ്പോൾ അവനെ വളഞ്ഞ ഏദോം അവനെയും രഥസൈന്യാധിപന്മാരെയും പ്രഹരിച്ചു. സൈന്യമാകട്ടെ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. യൂദായുടെ കരത്തിൻ കീഴിൽ നിന്ന് ഏദോം ഇന്നോളം ഭിന്നിച്ചു നിൽക്കുന്നു. അക്കാലത്ത് ലിബ്നായും ഭിന്നിച്ചു നിന്നിരുന്നു. യെഹോറാമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യെഹോറാം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ അഹസിയ രാജാവായി. യൂദാ രാജാവ് അഹസിയ. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ ഭരണകാലം 12-ാം വർഷത്തിൽ യൂദാ രാജാവായ യെഹോറാമിൻ്റെ പുത്രൻ അഹസിയ രാജാവായി. ഭരണം ആരംഭിക്കുമ്പോൾ അഹസിയായ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പുത്രിയായിരുന്നു അവൻ്റെ അമ്മ. അവരുടെ പേര് അത്താലിയ എന്നായിരുന്നു. അവൻ ആഹാബ് ഭവനത്തിൻ്റെ വഴിയിൽ നടന്നു. ആഹാബ് ഭവനത്തെപ്പോലെ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്തു. കാരണം അവൻ ആഹാബ് ഭവനത്തിൽ മരുമകനായിരുന്നു. അവൻ ആരാമിലെ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലെയാദിൽ പോയി. എന്നാൽ ആരാംകാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. ആരാമിലെ രാജാവായ ഹസായേലിനെതിരെയുള്ള അവൻ്റെ യുദ്ധത്തിൽ റാമായിൽ വെച്ച് ആരാംകാർ അവനെ ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് സുഖം പ്രാപിക്കാൻ യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യെഹോറാമിൻ്റെ പുത്രൻ അഹസിയ ആഹാബിൻ്റെ പുത്രൻ യോറാമിനെ കാണാൻ ജസ്രയേലിൽ ഇറങ്ങിച്ചെന്നു. കാരണം അവൻ രോഗിയായിരുന്നു. ഹോസിയ അധ്യായം 8. ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ. അവർ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും എൻ്റെ നിയമത്തോട് മറുതലിക്കുകയും ചെയ്യുന്നതിനാൽ കർത്താവിൻ്റെ ആലയത്തിനുമേൽ കഴുകൻ വന്നാൽ എന്നതുപോലെ കാഹളം അധരത്തോടടുപ്പിക്കുക. എൻ്റെ ദൈവമേ, ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങയെ അറിയാം എന്നവർ എന്നോട് കരഞ്ഞപേക്ഷിക്കും. ഇസ്രായേൽ നന്മ തിരസ്കരിച്ചു, ശത്രു അവരെ പിന്തുടരും. അവർ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എന്നിൽ നിന്നല്ല. അവർ അധികാരികളെ നിയമിച്ചു, എന്നാൽ ഞാൻ അറിഞ്ഞില്ല. വിച്ഛേദിക്കപ്പെടാനായി തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് തങ്ങൾക്കായി അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ നിരാകരിച്ചിരിക്കുന്നു. എൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിക്കുന്നു. എന്നുവരെ നിഷ്കളങ്കത അവർക്ക് അപ്രാപ്യമായിരിക്കും. ഇസ്രായേലിൽ നിന്ന് തന്നെയാണത്. അതൊരു ശില്പിയുണ്ടാക്കിയതാണ്, അതൊരു ദൈവമല്ല. സമരിയായുടെ കാളക്കുട്ടി ശകലങ്ങളാകും. കാരണം അവർ കാറ്റ് വിതയ്ക്കുന്നു, അവർ കൊടുങ്കാറ്റ് കൊയ്യും. വളരുന്ന ചെടിക്ക് ഒരു നാമ്പുമില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി. കാരണം അവർ കൂട്ടം വിട്ട കാട്ടുകഴുത അസീറിയയിലേക്ക് പോയി. കാമുകന്മാരെ എഫ്രായിം കൂലിക്കെടുത്തു. ജനതകളുടെ ഇടയിൽ അവർ കൂലിക്കെടുക്കുന്നെങ്കിലും ഞാൻ അവരെ ഇപ്പോൾ ഒന്നിച്ചുകൂട്ടും. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഭാരം മൂലം അവർ കുറച്ചു കാലത്തേക്ക് പീഡിതരാകും. കാരണം പാപം ചെയ്യാനായി എഫ്രായിം ബലിപീഠങ്ങൾ വർദ്ധിപ്പിച്ചു. അവ അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. എൻ്റെ നിയമത്തിലെ മഹാകാര്യങ്ങൾ ഞാൻ അവൻ എഴുതിക്കൊടുത്താലും അവ അപരിചിതമായി ഗണിക്കപ്പെടുമായിരുന്നു. തങ്ങൾക്ക് ഭക്ഷിക്കാനായി എൻ്റെ ഉപഹാരബലികളായി അവർ മാംസം അർപ്പിക്കുന്നു. കർത്താവ് അവ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാനായി ഇപ്പോൾ അവിടുന്ന് അവരുടെ അധർമ്മം ഓർമ്മിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. ഇസ്രായേൽ തൻ്റെ സ്രഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം യൂദാ വർദ്ധിപ്പിച്ചു. എന്നാൽ അവൻ്റെ നഗരങ്ങളുടെ മേൽ ഞാൻ അഗ്നി അയക്കും. അത് അവൻ്റെ ശക്തിദുർഗങ്ങൾ വിഴുങ്ങിക്കളയും. ഹോസിയ അധ്യായം 9. ഇസ്രായേലിന് ശിക്ഷ. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളെപ്പോലെ ആഹ്ലാദിക്കണ്ട. എന്തെന്നാൽ നിന്റെ ദൈവത്തെ വിട്ട് നീ പരസംഗത്തിൽ ഏർപ്പെട്ടു. എല്ലാ മെതിക്കളങ്ങളിലും നീ വേശ്യാവേദനം അഭിലഷിച്ചു. മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല. പുതുവീഞ്ഞ് അവിടെ അന്യമാകും. അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല. എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും.
അസീറിയയിൽ വെച്ച് അവർ അശുദ്ധമായത് ഭക്ഷിക്കും. അവർ കർത്താവിനായി വീഞ്ഞ് നിവേദിക്കുകയില്ല. അവരുടെ ബലികൾ അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുകയില്ല. അവരുടെ ആഹാരം വിലാപകരുടെ അപ്പം പോലെയായിരിക്കും. അത് ഭക്ഷിക്കുന്നവരെല്ലാം തങ്ങളെ തന്നെ മലിനരാക്കും. കാരണം അവരുടെ ആഹാരം സ്വന്തം വിശപ്പിനെ തികയൂ. അത് കർത്തൃഭവനത്തിൽ എത്തുകയില്ല. നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും? കാരണം ഇതാ, വിനാശനിമിത്തം അവർ പോകുന്നു. ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും. മെംഫിസ് അവരെ സംസ്കരിക്കും. അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടിത്തൂവ അവകാശമാക്കും. അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടിയായിരിക്കും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അതറിയട്ടെ. നിന്റെ അപരാധത്തിൻ്റെ ആധിക്യവും കടുത്ത വിദ്വേഷവും നിമിത്തം പ്രവാചകൻ വിഡ്ഢിയായി, ആത്മീയ മനുഷ്യൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തോടൊപ്പമാണ് എഫ്രായിമിൻ്റെ കാവൽക്കാരൻ. അവൻ്റെ വഴികളിലെല്ലാം വേട്ടക്കാരൻ്റെ കെണിയാണ് പ്രവാചകൻ. അവൻ്റെ ദൈവഭവനത്തിൽ വിദ്വേഷമാണ്. ഗിബയായിലെ ദിനങ്ങളിലെന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു. അവിടുന്ന് അവരുടെ അകൃത്യം ഓർക്കും. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും. മരുഭൂമിയിൽ മുന്തിരികളെന്ന പോലെ ഇസ്രായേലിനെ ഞാൻ കണ്ടെത്തി. അത്തിവൃക്ഷത്തിലെ ആദികാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. അവരാകട്ടെ ബാൽപെയോറിൽ പോയി തങ്ങളെ തന്നെ നിന്ദയ്ക്ക് പ്രതിഷ്ഠിച്ചു. അവർ സ്നേഹിച്ചവയെപ്പോലെ തന്നെ അവരും മ്ലേച്ഛരായിത്തീർന്നു. എഫ്രായിമിനെക്കുറിച്ചാണെങ്കിൽ ജനനമില്ലാതെയും ഗർഭമില്ലാതെയും ഗർഭധാരണമില്ലാതെയും അവരുടെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവർ മക്കളെ വളർത്തിയാൽ പോലും ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും. ഞാൻ അവരിൽ നിന്നകലുമ്പോൾ അവർക്ക് ദുരിതം തന്നെ. ഞാൻ കണ്ടതുപോലെ ടൈറിനോട് ചേർന്ന് വാസസ്ഥലത്ത് നടപ്പെട്ടതാണ് എഫ്രായിം. പക്ഷേ എഫ്രായിമിന് തൻ്റെ പുത്രന്മാരെ കൊലയ്ക്കായി നയിക്കേണ്ടി വരും. കർത്താവെ, അവർക്ക് കൊടുക്കുക. അങ്ങെന്തു കൊടുക്കും? അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും അവർക്ക് കൊടുക്കുക. അവരുടെ തിന്മകളെല്ലാം ഗിൽഗാലിലുണ്ട്. അവിടെ വെച്ച് ഞാൻ അവരെ വെറുത്തുപോയി. അവരുടെ പ്രവൃത്തികളുടെ തിന്മ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ അവരെ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. അവരുടെ പ്രഭുക്കന്മാരെല്ലാം ധിക്കാരികളാണ്. എഫ്രായിം പ്രഹരിക്കപ്പെട്ടു. അവരുടെ വേര് ഉണങ്ങിപ്പോയി. അവർ ഫലം പുറപ്പെടുവിക്കുകയില്ല. അവർ ജന്മം കൊടുത്താൽ തന്നെ ആ അരുമസന്താനങ്ങളെ ഞാൻ വധിക്കും. അവർ എൻ്റെ ദൈവത്തെ ശ്രവിക്കാതിരുന്നതിനാൽ അവിടുന്ന് അവരെ പുറന്തള്ളും. ജനതകളുടെ ഇടയിൽ അവർ അലയുന്നവരാകാൻ തന്നെ. ഹോസിയ അധ്യായം 10. വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും. പടർന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. അവൻ തനിക്കായി തന്നെ ഫലം നൽകുന്നു. തൻ്റെ ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കൊത്ത് അവൻ സ്തംഭങ്ങൾ ഭംഗിയാക്കി. അവരുടെ ഹൃദയം വേർപെടുത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റക്കാരെന്ന് തെളിയും. അവരുടെ ബലിപീഠങ്ങൾ അവിടുന്ന് തന്നെ തകർക്കും. അവരുടെ സ്തംഭങ്ങൾ നശിപ്പിക്കും. കാരണം ഇപ്പോൾ അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. രാജാവിനെക്കുറിച്ചാണെങ്കിലോ അവന് ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും? അവർ വ്യർത്ഥ വാക്കുകൾ ഉരുവിടുന്നു. പൊള്ളയായ ശപഥം കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. വയലിലെ ഒഴിവുചാലുകളിൽ വിഷച്ചെടി പോലെ വ്യവഹാരം മുളയ്ക്കുന്നു. ബേഥോവനിലെ കാളക്കുട്ടികളെ ചൊല്ലി സമരിയ നിവാസികൾ ഭയന്ന് വിറയ്ക്കും. അവിടുത്തെ ജനം അതിനെക്കുറിച്ച് തീർച്ചയായും വിലപിക്കും. വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ മഹത്വത്തെക്കുറിച്ച് നടുങ്ങും. മഹാരാജാവിന് പാരിതോഷികമായി അതും അസീറിയയിലേക്ക് വഹിക്കപ്പെടും. തൻ്റെ പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ ലജ്ജിക്കാൻ വേണ്ടി എഫ്രായിം നിന്ദനമേൽക്കും. വെള്ളത്തിനു മീതെ മരച്ചീളെന്ന പോലെ സമറിയ രാജാവ് ഒലിച്ചുപോകും. ഇസ്രായേലിൻ്റെ പാപമായ ആവനിലെ പൂജാഗിരികൾ നീക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളും ഞെരിഞ്ഞിലും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഗിബയായിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു. അവർ അവിടെ നിലകൊണ്ടു. തന്നിഷ്ടക്കാരായ മക്കളെ പ്രതി യുദ്ധം ഗിബയായിൽ വെച്ച് അവരെ പിടികൂടുകയില്ലേ? അവരെ ശിക്ഷിക്കാനായി ഞാൻ വരും. അവരുടെ ഇരു തിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകൾ അവർക്കെതിരെ ഒരുമിച്ച് ചേരും. മെതിക്കാനിഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രായിം. ഞാൻ അവരുടെ അഴകുള്ള കഴുത്തിൽ നുകം വച്ചു. ഞാൻ എഫ്രായിമിനെ നുകം വലിപ്പിക്കും. യൂദാ നിലമൊഴുകും, യാക്കോബ് കട്ടയുടയ്ക്കും. നിങ്ങൾക്കായി നീതി വിതയ്ക്കുവിൻ, കൃപയ്ക്കൊത്തു കൊയ്യുവിൻ. നിങ്ങളിൽ നീതി വർഷിക്കാനായി അവിടുന്ന് വരുന്നതുവരെ നിങ്ങൾക്കായി തരിശുനിലം ഉഴുതുമറിക്കുവിൻ. കർത്താവിനെ തേടാനുള്ള സമയമാണിത്. നിന്റെ വഴിയിലും പടയാളികളുടെ ആധിക്യത്തിലും നീ ആശ്രയിച്ചതിനാൽ നിങ്ങൾ അധർമ്മം ഉഴുതു, അനീതി കൊയ്തെടുത്തു.
വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവം ഉയരും. കുഞ്ഞുങ്ങളുടെ പക്കൽ അമ്മ അടിച്ചു ചിതറിക്കപ്പെട്ട യുദ്ധദിനത്തിൽ ഷാൽമാൻ മൂലം ബേത് അർബേൽ നശിപ്പിക്കപ്പെട്ടതുപോലെ നിന്റെ കോട്ടകളെല്ലാം തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം ഇപ്രകാരം നിങ്ങളോട് ചെയ്യപ്പെടും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് തീർച്ചയായും ഉന്മൂലനം ചെയ്യപ്പെടും. സങ്കീർത്തനങ്ങൾ 108. പ്രിയപ്പെട്ടവർക്ക് മോചനം. ഗീതം. ദാവീദിൻ്റെ കീർത്തനം. ദൈവമേ, എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ഗീതം ആലപിച്ച് ഞാൻ എൻ്റെ ഉള്ളം തന്നെ അങ്ങേ പ്രകീർത്തിക്കും. വീണയെ കിന്നരമേ ഉണരുക, ഞാൻ ഉഷസ്സിനെ ഉണർത്തട്ടെ. കർത്താവേ, ജനങ്ങൾക്കിടയിൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കും. ജനപദങ്ങൾക്കിടയിൽ അങ്ങയെ ഞാൻ പാടിപ്പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശങ്ങളെക്കാൾ അപ്പുറം വലുതാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവുമാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവനും മേലാകട്ടെ. അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടാൻ തന്നെ. അങ്ങയുടെ വലത്ത് കൈയാൽ രക്ഷിച്ച് അങ്ങെനിക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധ സ്ഥലത്ത് സംസാരിച്ചു. ഞാൻ ആഹ്ലാദിച്ച് ഷെക്കെമിനെ വീതം വെക്കുകയും സുക്കോത്ത് താഴ്വര പകുത്തു കൊടുക്കുകയും ചെയ്യും. ഗിലെയാദ് എൻ്റേതാണ്, മനാസേ എൻ്റേതാണ്. എഫ്രായിം എൻ്റെ ശിരസ്ത്രാണവും യൂദാ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രമാണ്. ഏദോമിൽ ഞാൻ എൻ്റെ പാദകം അഴിച്ചിടും. ഫിലിസ്ത്യയെ പ്രതി ഞാൻ ജയഘോഷം മുഴക്കട്ടെ. കോട്ട നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോം വരെ ആരെന്നെ ആനയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്നുമില്ല. ദുരിതത്തിൽ ഞങ്ങൾക്ക് അങ്ങ് സഹായം തരണമേ. മനുഷ്യൻ്റെ തുണ വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ശക്തി പ്രകടമാക്കും. അവിടുന്നാണ് ഞങ്ങളുടെ വൈരികളെ ചവിട്ടിമെതിക്കുന്നത്. പ്രിയമുള്ളവരെ, 176 ദിവസം. അനന്തമായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ചിന്തകളിലേക്ക് കടക്കുന്നില്ല. പകരം ഹോസിയ പ്രവചനത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ആ പുസ്തകം മനസ്സിലാക്കുന്നതിനായി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഇത്രമേൽ ദൈവം പകർന്നു കൊടുത്ത മറ്റൊരു പ്രവാചകനെ ഒരുപക്ഷെ നമുക്ക് ബൈബിളിൽ അധികം കണ്ടെത്താൻ കഴിയില്ല. ദൈവഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് അതുപോലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവാചകൻ. ഹോസിയ പ്രവചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ത്രെഡ് ആയി മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടമ്പടി സ്നേഹത്തെ ഓർമ്മപ്പെടുത്തലാണ്. ഇസ്രായേലും ദൈവവും തമ്മിൽ ഭാര്യയും ഭർത്താവും പോലെ, മണവാളനും മണവാട്ടിയും പോലെ, പ്രിയതമനും പ്രിയതമയും പോലെ ഒരു കുടുംബ ബന്ധമാണെന്നും ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണെന്നും ആ വിവാഹബന്ധം തുടങ്ങിയത് സിനായ് ഉടമ്പടിയിലൂടെയാണെന്നുമുള്ള ഒരു ത്രെഡാണ് ഹോസിയ പറയുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ ഹോസിയ പ്രവചനത്തിലെ ആശയങ്ങളുടെ എല്ലാം അടിയിൽ കിടക്കുന്ന ഒരു അന്തർധാര. ഉടമ്പടി ബന്ധത്തെ ഹോസിയ ഓർമ്മപ്പെടുത്തുകയാണ്. ഹോസിയായുടെ ജീവിതമാണ് ഇതിന് ദൈവം തിരഞ്ഞെടുത്തത് ഒരു മോഡലായി. അവിശ്വസ്തയായ ഭാര്യയെ, വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും പിന്നീട് അവൾ അവിശ്വസ്തയായി വീണ്ടും തൻ്റെ വ്യഭിചാരത്തിലേക്ക് പോകുമ്പോൾ അവളെ വീണ്ടും തിരിച്ചെടുക്കാനും അവളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും ഹോസിയ എന്നൊരു പ്രവാചകനെ ദൈവം തൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയാക്കിക്കൊണ്ടാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹോസിയ ദൈവത്തിൻ്റെ സ്ഥാനത്തും ഗോമർ എന്ന അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട ജീവിതമുണ്ടായിരുന്ന ആ ഭാര്യ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത, എത്ര ഈ മണവാട്ടി അവിശ്വസ്തത കാണിച്ച് പരസംഗത്തിലേർപ്പെടുമ്പോഴും വ്യഭിചാരത്തിലേർപ്പെടുമ്പോഴും വിശ്വസ്തനായി നിൽക്കുന്ന ഭർത്താവാണ് ദൈവമെന്നും ഇസ്രായേൽ എപ്പോഴും അവിശ്വസ്തതയുടെ ജീവിതമാണ് നയിച്ചിരുന്നതെന്നും ഹോസിയ ഓർമ്മിപ്പിക്കുന്നു. എത്ര ദൈവത്തെ വിട്ടുപേക്ഷിച്ചകന്നു പോയാലും മനുഷ്യനെ തേടിയെത്തുന്ന, തൻ്റെ സ്വന്തം ജനതയെ, തൻ്റെ പ്രിയതമയെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് ഹോസിയായുടെ പ്രവചനത്തിൻ്റെ മുഴുവൻ ആകത്തുക. ഇങ്ങനെ എത്ര തള്ളിപ്പറഞ്ഞാലും പിന്നാലെ വരുന്ന ആ മഹാസ്നേഹത്തെ വീണ്ടും വീണ്ടും തള്ളിക്കളയുന്ന ഈ ഭാര്യയ്ക്ക് അവളുടെ ജീവിതത്തിൽ ദൈവം കണ്ടെത്തുന്ന കുറ്റങ്ങൾ, ആരോപണങ്ങളാണ് ഹോസിയ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു 7 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവത്തിൻ്റെ ആരോപണങ്ങൾ. 1, ഈ ജനത്തിൻ്റെ അവിശ്വസ്തത അന്യദേവന്മാരുടെ പുറകെ പോയതാണ്, ദൈവത്തെ സ്നേഹിക്കാത്തതാണ്. രണ്ടാമത്തേത് അവരുടെ ഒരു ഇൻഡിപെൻഡൻസ്,
എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച ഒരു രാജവംശത്തോട്, ദാവീദിൻ്റെ ഗോത്രത്തോട് ചേർന്ന് നിൽക്കാതെ അവർ സ്വന്തമായി ഒരു രാജപരമ്പരയ്ക്ക് രൂപം കൊടുത്തതും അവർ വേറൊരു രാജ്യമായി മാറിയതും. മൂന്നാമത്തേത്, ജനങ്ങൾ തമ്മിൽ പരസ്പരം അവർ തമ്മിൽ നിലനിൽക്കുന്ന ചതിയും വഞ്ചനയും. നാലാമത്തേത്, വിഗ്രഹാരാധന. ഓരോ മരച്ചുവടുകളിലും വിഗ്രഹങ്ങൾക്ക് പൂജയർപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം, ബൈബിളിൽ ഹോസിയ പ്രവചനത്തിൽ മാത്രമല്ല, ബൈബിളിലുടനീളം എപ്പോഴും വിഗ്രഹാരാധനയെ, അന്യദൈവാരാധനയെ വ്യഭിചാരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നീ വ്യഭിചാരം ചെയ്തു എന്ന് ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു 6-ാം പ്രമാണ ലംഘനത്തെ സൂചിപ്പിക്കാനല്ല പ്രധാനമായും, മറിച്ച് വിഗ്രഹാരാധനയാണ് അത് സൂചിപ്പിക്കുന്നത്. മണവാളനായ ദൈവത്തെ മറന്ന് അന്യദേവന്മാരായ കാമുകന്മാരുടെ പിന്നാലെ പോയി ഇസ്രായേൽ നടത്തിയ പരസംഗത്തെ സൂചിപ്പിക്കാനാണ്, വിഗ്രഹാരാധനയെ സൂചിപ്പിക്കാനാണ് ആ വ്യഭിചാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തേത്, ഈ ജനത്തിൻ്റെ, ദൈവത്തെ മറന്നു കഴിഞ്ഞ് ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അധാർമികതയാണ്. ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അജ്ഞതയാണത്, അറിവില്ലായ്മ. ദൈവം ആരാണെന്നും ദൈവവും തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ദൈവം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ജീവിത നിലവാരം എന്താണെന്നും ദൈവം നൽകിയ നിയമങ്ങൾ എന്താണെന്നും ഒക്കെയുള്ള അറിവില്ലായ്മ, അജ്ഞത. ഏഴാമത്തേത്, നന്ദിയില്ലാത്ത ജീവിതമാണ്. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളും അനുഗ്രഹങ്ങളും അവർ അറിയാതെ പോകുന്നതാണ് അടുത്തത്. ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ആരോപണങ്ങളായി ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ കൂടി പറയാം. അവിശ്വസ്തത, അവർ മറ്റൊരു രാജവംശമായി ഇൻഡിപെൻഡൻ്റ് ആയത്, വേറെ മാറിയത്, പരസ്പര വഞ്ചന, നാലാമതായി വിഗ്രഹാരാധന, അഞ്ചാമതായിട്ട് അധാർമിക ജീവിതം, ആറാമത്തേത് അജ്ഞത, ഏഴാമത്തേത് ജനത്തിൻ്റെ നന്ദി ഇല്ലായ്മ. ഇനി ഇതിന് ദൈവം കുറ്റക്കാരായി കണ്ടെത്തുന്നത് പ്രധാനമായും 4 കൂട്ടരെയാണ്. അപ്പോൾ ആ 4 കൂട്ടർ എന്ന് പറയുന്നത്, അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്. പുരോഹിതന്മാർ ആദ്യത്തെ ആരോപണം പുരോഹിതന്മാർക്കെതിരെയാണ്. രണ്ടാമത്തേത് പ്രവാചകന്മാർക്കെതിരെയാണ്. മൂന്നാമത്തേത് രാജാക്കന്മാർക്കും ജനനേതാക്കന്മാർക്കുമെതിരെ. നാലാമത്തേത് ഈ ലാഭക്കുതിയന്മാരായ ജനത്തിന് എതിരെ. ജനത്തെ മുഴുവൻ പൊതുവായി ഹോസിയ അവരിൽ കണ്ടെത്തുന്ന ഒരു കുറ്റം ഈ ലാഭക്കുതി, നേട്ടങ്ങൾ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹം. ഇനി ഈ ഒരു അവിശ്വസ്തതയുടെ ഫലമായി ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നു എന്ന് ദൈവം പറയുന്ന ദണ്ഡനം, ശിക്ഷാവിധി, ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഓരോ വരിയിലും ആ വേദന കാണാൻ പറ്റും. ആ ദൈവം വരാൻ പോകുന്ന ശിക്ഷാവിധിയെ ഓർത്ത് വേദനിക്കുകയാണ്. ആ വരാൻ പോകുന്ന ശിക്ഷാവിധി പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ജനത്തിനിടയിലെ വന്ധ്യത, സന്താനഭാഗ്യമില്ലായ്മ, ഗർഭമുണ്ടാകാതിരിക്കൽ, ഗർഭം അലസിപ്പോകുന്നത്, കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, കുഞ്ഞുങ്ങൾ നാടുകടത്തപ്പെടുന്നത്, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നത്, ഈ ഒരു വന്ധ്യതയുടെ തലം. മറ്റൊന്ന്, ദേശത്തുണ്ടാകാൻ പോകുന്ന രക്തച്ചൊരിച്ചിൽ. മൂന്നാമത്തേത്, ജനം നാടുകടത്തപ്പെടാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുകൂടി ഹോസിയ പറയുന്നുണ്ട്. ഈ ജനത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവം അത്രമാത്രം അവരെ ഓൺ ചെയ്തിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ സ്വഭാവവും ഹോസിയ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ജനം മുഴുവൻ നശിക്കുന്നതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി പുരോഹിതന്മാരാണ് എന്നാണ് ഹോസിയ പറയുന്നത്. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. കാരണം നീ വിജ്ഞാനം തിരസ്കരിച്ചു, എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു. നേതാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പിതാക്കന്മാർക്കുമെല്ലാം എതിരെ ഹോസിയ നടത്തുന്ന ഈ ആരോപണം ഗൗരവമായിട്ട് ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഒരു ജനം നശിക്കുന്നെങ്കിൽ അത് പ്രധാനമായും ജനത്തിൻ്റെ കുറ്റം കൊണ്ടല്ല. ആ ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാത്തതുകൊണ്ടാണ്. പ്രധാനമായും ജനത്തെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, പ്രബോധിപ്പിക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ രക്ഷാകര കഥ, ദൈവം ജനത്തിനു വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ഈ നരേറ്റീവ് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞുപോയി. ഒരുപാട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു പോയി. അങ്ങനെ ജനം ദൈവത്തിൻ്റെ കഥയറിയാതെ, ദൈവം തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷയുടെ കഥയറിയാതെ അജ്ഞത നിമിത്തം നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകം പ്രബോധകർ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അറിവിൻ്റെയും പഠനത്തിൻ്റെയും വേദികളായി നമ്മുടെ കൂട്ടായ്മകൾ മാറട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ കരുണ
നമ്മുടെ മേലുണ്ടാകുന്നതിന് ഈ ദിവസം നമ്മുടെ കൂട്ടായ്മകൾക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അവിശ്വസ്തരാണ്, അങ്ങ് വിശ്വസ്തനാണ്. അങ്ങയുടെ വഴികളിൽ നിന്ന് എപ്പോഴും മാറിപ്പോകുന്നവരാണ് ഞങ്ങൾ വിജ്ഞാനം തിരസ്കരിച്ചവരാണ്. ഞങ്ങളുടെ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിച്ചില്ല. ഞങ്ങളുടെ ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ മാറ്റിവെച്ചില്ല. ഞങ്ങളുടെ സമയം ഞങ്ങൾ വെറുതെ കളഞ്ഞു. കർത്താവേ, കുടുംബത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടു. ലോകം പറഞ്ഞു തന്ന കഥകളാണ് എന്നവർ വിശ്വസിക്കുന്നത്. ലോകത്തിൻ്റെ നരേറ്റീവുകളാണ് അവരുടെ ഹൃദയം മുഴുവൻ. കർത്താവേ, മീഡിയ പറഞ്ഞതും പത്രങ്ങൾ പറഞ്ഞതും സൈബർ ലോകം അവർക്ക് വിളമ്പിക്കൊടുത്തതും അവരുടെ കൂട്ടുകാർ പറഞ്ഞതും മറ്റ് മതവിശ്വാസികൾ പറഞ്ഞതുമായ വളരെ വ്യത്യസ്തമായ നരേറ്റീവുകളാണ്, കഥകളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ മുഴുവൻ. അവർക്ക് വേണ്ടി നല്ല ദൈവം ഒരുക്കിയ യഥാർത്ഥ കഥ, ആ സത്യം അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടുപോയി. ദൈവമായ കർത്താവെ, ഞങ്ങളോട് കരുണയാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും അവിടുന്ന് ജീവൻ നൽകണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളെ പുതിയ ചൈതന്യത്താൽ നിറയ്ക്കണമേ. എഫ്രായീമിന് സംഭവിച്ച ദുരന്തം ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകം അവിടുന്ന് സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ ഡാനിയലച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.